ഈ വർഷത്തെ +1 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടേൺ ടു ലേണിൻ്റെ വീഡിയോ ക്ലാസ്സാണ്. +1 സോഷ്യോളജിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമൂഹശാസ്ത്രത്തിലെ ഗവേഷണ രീതികൾ എന്നുള്ള പാഠത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സാണ്. ഇത് തന്നെ നിങ്ങൾക്ക് പഠിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം സാധാരണഗതിയിൽ ചോദിക്കാവുന്ന എന്താണ് വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി, ഇംഗ്ലീഷിൽ പറയുകയാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിവിറ്റി, വാട്ട് ഈസ് ഒബ്ജക്റ്റിവിറ്റി എന്നാണ്. അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ നമുക്ക് ആ ഉത്തരം എഴുതാൻ പറ്റും അല്ലേ. മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള സമീപന രീതിയെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്, അഥവാ വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. നമ്മുടെ വികാര വിചാരങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ അതിലൊരു അൺബയാസ്ഡ് ആയിരിക്കും. ഒരിക്കലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും അതിൽ എന്ത് ചെയ്യൂല, ആഡ് ചെയ്യൂല. നമ്മുടെ ഇഷ്ടങ്ങൾ അതിൽ ആഡ് ചെയ്യൂല. അത് തികച്ചും എന്താണ് നമുക്ക് അറിവ് ലഭിച്ചത്, എന്താണ് നമുക്ക് പുറമേ നിന്ന് നമ്മളൊരു വിവരം ശേഖരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അറിവ് ലഭിച്ചത്, അത് മാത്രമാണ് നമ്മുടെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതിനെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സബ്ജക്റ്റിവിറ്റി, ആത്മനിഷ്ഠം എന്നുള്ള രീതിയിൽ വ്യക്തി മൂല്യങ്ങളെയും മുൻഗണനകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള സമീപനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുണ്ടാവും, നമ്മുടെ വികാര വിചാരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം ഒരു 5 മാർക്കിന് ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. സമൂഹശാസ്ത്രത്തിലെ ഗവേഷണങ്ങളിൽ വസ്തുനിഷ്ഠത നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? ഓക്കെ, ഒബ്ജക്റ്റിവിറ്റി നിലനിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും. അപ്പോൾ സമൂഹശാസ്ത്രജ്ഞന്മാർ, സോഷ്യോളജിസ്റ്റ്, അവർ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ വസ്തുനിഷ്ഠതയെ ബാധിക്കുന്നു. അപ്പം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത്, നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് നമുക്കൊരിക്കലും ചിലപ്പോൾ ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു എഴുത്ത് ചിലപ്പോൾ എഴുതാൻ സാധിക്കില്ല. കാരണം അത് എന്താണ്, നമ്മുടെ സ്വന്തം അനുഭവങ്ങളും വിചാരങ്ങളും നമ്മുടെ പഠനത്തെ, നമുക്ക് യഥാർത്ഥത്തിലുള്ള പഠനത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ സ്വന്തം അനുഭവങ്ങളും വിചാരങ്ങളൊക്കെ നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നു. മുൻവിധികൾ ഉണ്ടാകുന്നു, നമ്മൾ പക്ഷപാതം കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ സത്യത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിപ്പെടും. അതുപോലെ തന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത്. ദെൻ അടുത്തൊരു ചോദ്യം 2 മാർക്കിൻ്റെ ഒരു ചോദ്യം കണ്ടിട്ടുള്ളത് ആത്മപ്രതിഫലനം, സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത്. ഇത് നമ്മൾ പഠിക്കുന്ന +2 പഠിക്കാൻ പോകുന്നുണ്ട്. സെൽഫ് റിഫ്ലെക്സിബിലിറ്റി, അതായത് തന്നെയും തൻ്റെ ഗവേഷണത്തെയും മറ്റൊരാളുടെ കണ്ണിലൂടെ, ആത്മപ്രതിഫലനം എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നത് എന്ന് വേറൊരാളുടെ കണ്ണിലൂടെ കാണുന്നതിനെയാണ് നമ്മൾ സോഷ്യോളജിയിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്, ആത്മപ്രതിഫലനം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെയും തൻ്റെ ഗവേഷണത്തെയും മറ്റൊരാളുടെ കണ്ണിലൂടെ കാണാനുള്ള സാമൂഹ്യശാസ്ത്രജ്ഞൻ്റെ കഴിവിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സെൽഫ് റിഫ്ലെക്സിവിറ്റി അഥവാ സ്വയപ്രതിഫലനം എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠത കൈവരിക്കാനുള്ള മാർഗങ്ങൾ ഒരു 4 മാർക്കിന് ചോദ്യം കണ്ടിട്ടുണ്ട്. സ്വന്തം ആശയങ്ങളും വികാരങ്ങളും ഒഴിവാക്കുക, വസ്തുനിഷ്ഠത. ആത്മപ്രതിഫലനം, നമ്മൾ എഴുതുന്നത് വേറൊരാൾ വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. പ്രമാണവൽക്കരണം, അതുപോലെ തന്നെ തെളിവുകൾ ശേഖരിക്കുക. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പഠന പ്രോജക്റ്റ് എന്തായിരിക്കും, വസ്തുനിഷ്ഠപരമായിട്ടുണ്ടാവും. ദെൻ 6ാമത്തെ ഒരു ചോദ്യം, പ്രധാന ഗവേഷണ രീതികൾ ഏതെല്ലാം? ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, അഥവാ പരിമാണാത്മകം അതുപോലെ തന്നെ ഗുണാത്മകം. പരിമാണാത്മകം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത്, എണ്ണാൻ പറ്റുന്ന തരത്തിൽ. ഗുണാത്മകം ക്വാളിറ്റേറ്റീവ്, നിരീക്ഷിക്കാവുന്നതും നിരീക്ഷിക്കാനാവാത്തതും, പ്രാഥമികവും ദ്വിതീയവും, സൂക്ഷ്മവും സ്ഥൂലവും, അല്ല, മൈക്രോ ആൻഡ് മാക്രോ എന്നുള്ളത്. then 7ാമത്തെ ചോദ്യം, പങ്കാളിത്ത നിരീക്ഷണം എന്നാൽ എന്ത് എന്നാണ്. പങ്കാളിത്ത നിരീക്ഷണം എന്നാൽ എന്ത് എന്ന്. ഗവേഷണ വിഷയത്തിൽ
പഠനവിധേയമാക്കുന്ന ജനങ്ങളോടൊപ്പം അവരിൽ ഒരാളായി ദീർഘകാലം ജീവിച്ച് പഠനം നടത്തുന്നതിനെയാണ് പങ്കാളിത്തം. നമ്മളിപ്പോൾ ഒരു ആദിവാസി സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ കൂടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദൂരെ ഒരു സിറ്റി പോയിട്ട് അവരെക്കുറിച്ച് എഴുതലല്ല വേണ്ടത്. അവരെ കൂടെ എന്ത് ചെയ്തിട്ട് ഇടപഴകി ജീവിക്കുമ്പോഴാണ് പങ്കാളിത്ത നിരീക്ഷണം അഥവാ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. ദ ഗോൾഡൻ ബോ എന്ന് എഴുതിയ എന്ന കൃതി എഴുതിയത് ജെയിംസ് ഫ്രേസറാണ്. ടോബ്രിയൻഡ് ദ്വീപുകളിൽ പഠനം നടത്തിയ നരവംശാസ്ത്രജ്ഞൻ ആന്ത്രോപോളജിസ്റ്റാണ് മാലിനോസ്കി. ദ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന പുസ്തകം രചിച്ച സമൂഹശാസ്ത്രജ്ഞനാണ് വില്യം ഫുഡ്വൈറ്റ്. മൺചുമരുകൾക്ക് പിന്നിൽ ബിഹൈൻഡ് ദ മഡ്വാൾ എന്ന പുസ്തകം രചിച്ച മിഷണറി ദമ്പതികൾ വില്യം വെയ്സറും അതുപോലെ തന്നെ ചാർലറ്റ് വെയ്സറുമാണ്. ദെൻ പങ്കാളിത്ത ഇതിലെ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് ഇതിലൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ് പങ്കാളിത്ത നിരീക്ഷണം പാർട്ടിസിപ്പൻ്റ്. അപ്പോൾ ഇത് നമ്മൾ അവരിൽ ഒരാളായിട്ട് ഇടപഴകി ജീവിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് നമ്മൾ പങ്കാളിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘകാലം ആവശ്യമാണ്. എല്ലാ ജോലികളും ഗവേഷകൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. ചെറിയ വിഭാഗത്തിന് മാത്രം ഒരു ചെറിയ വിഭാഗത്തിൻ്റെ മാത്രം വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശേഖരിക്കാൻ കഴിയുള്ളൂ. ചെറിയ ഗ്രാമത്തിലോ സമുദായത്തിലോ നടക്കുന്ന ഫീൽഡ് വർക്ക് വലിയ സമൂഹത്തിന് എന്ത് ചെയ്യണം, ബാധകമെന്നില്ല. ഗവേഷകൻ്റെ മുൻവിധികളും അഭിപ്രായങ്ങളും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള ഇതൊക്കെ ഇതിൻ്റെ പരിമിതികളാണ് എന്നുള്ളത്. ദെൻ ചുരുങ്ങിയ സമയം അതുപോലെ തന്നെ അധ്വാന ചെലവും വലിയൊരു ചുരുങ്ങിയ സമയം അധ്വാന ചെലവ് കുറവായിരിക്കും. ഏതാണ്? സർവേ രീതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. സാമ്പിളിങ് നമ്മളറിയാം. സാമ്പിളിങ് പിശക് അഥവാ പ്രതിരൂപ പിശക് എന്നാൽ എന്ത് എന്നാണ്. നമ്മൾ ഒരു ജില്ലയുടെ മൊത്തം ഒരു വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ എടുത്ത് സാമ്പിളായിട്ട് എടുത്ത് അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരു വലിയ വിഭാഗത്തിനെ പ്രതിദാനം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അത് ഈ വലിയ വിഭാഗത്തിൻ്റെ പ്രതിനിധികളാക്കി മാറ്റി ആ വിവരത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, സാമ്പിളിംഗ് എന്ന്. ഒരു വലിയ ജനസംഖ്യയിൽ നിന്ന് പ്രതിനിധികളായി ചെറിയ വിഭാഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുള്ള പിശകിനെയാണ് സാമ്പിളിംഗ് പിശക് അഥവാ മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത്. പിന്നെ സാമ്പിളിംഗ് ഇതര പിശക് അഥവാ പ്രതിരൂപത പിശക്, നോൺ സാമ്പിളിംഗ് എറർ എന്നാൽ എന്ത്? വ്യക്തിപരവും പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തിയാൽ വിവരദാതാക്കൾ സത്യസന്ധമായിട്ട് ഉത്തരങ്ങൾ നൽകുന്നതിന് പകരം സുരക്ഷിതമായിട്ടുള്ള ഉത്തരങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങളെയാണ് സാമ്പിളിംഗ് ഇതര പിഴവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് തോന്നുന്ന ഇൻസെക്യൂറാണ് ആ ഡാറ്റ കൊടുക്കുന്നതിൽ അവർക്ക് കുഴപ്പമുണ്ടാക്കും എന്ന് കാണുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വരുമാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ വന്നിട്ട് വരുമാനം ചോദിക്കും, നിങ്ങളുടെ വരുമാനം എത്ര, യഥാർത്ഥ വരുമാനം എല്ലാവർക്കും പറയാൻ എന്തായിരിക്കും, പേടിയായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന്. ദെൻ വാമൊഴി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി ഏത്? ഇൻ്റർവ്യൂ ആണ്. വിവിധ തരം അഭിമുഖ രീതികളെ ചിട്ടപ്പെടുത്തിയ സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്. ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിൻ്റെ പ്രത്യേകത ഔപചാരികമായിരിക്കും. ചോദ്യങ്ങൾ അവർക്ക് ക്രമങ്ങൾ ഉണ്ടായിരിക്കും. ചിട്ടപ്പെടുത്തിയതാണല്ലോ, വിവരങ്ങൾ കൂടുതൽ വിശ്വാസമാണ്. ചിട്ടപ്പെടുത്താത്ത അഭിമുഖത്തിന് എന്ന് പറഞ്ഞാൽ അനൗപചാരികമാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലികളൊന്നും ഉണ്ടാവില്ല. ഗവേഷകനും വിവരദാതാക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടാകും. ഒരു ചോദ്യം വന്നു, അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. മുമ്പേ എന്ത് ചെയ്തില്ല, ചോദ്യങ്ങൾ പ്രിപ്പയർഡ് അല്ല എന്നുള്ളത്. രൂപഘടനയിൽ വഴക്കമുണ്ടാകും. ആവശ്യമെങ്കിൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അഭിമുഖ രീതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വഴക്കമുള്ളതാണ്, ചോദ്യങ്ങൾ ആവശ്യമെങ്കിൽ മാറ്റാം, അഭിമുഖമാണ് അല്ലേ, ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ചോദ്യങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റാം, ചോദ്യങ്ങൾ വികസിപ്പിക്കാം എന്നുള്ളതൊക്കെയാണ് ഇതുള്ളത്. ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ സമയനഷ്ടമാണ്. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റില്ല. ഒരാളെ അഭിമുഖം ചെയ്ത് 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കുന്നതാണെന്നാണ്. ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 21ാമത്തെ എല്ലാ ചോദ്യപേപ്പറിലും കാണുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള, ഈ ചോദ്യം ഇടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ത്രികോണമാപനം, ട്രയാങ്കുലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പഠിക്കുക. ഒരു ഗവേഷണത്തിന് ഒന്നിലധികം വിവരശേഖരണ രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് ട്രയാങ്കുലൈസേഷൻ അല്ലെങ്കിൽ ത്രികോണമാപനം എന്ന് പറയുന്നത്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഒരു ഗവേഷണത്തിന് ഒന്നിലധികം വിവരശേഖരണങ്ങൾ
വിവരശേഖരണ രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് ത്രികോണമാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ പാഠത്തിൽ നിന്ന്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.